മലപ്പുറത്ത് വൻ മുന്നേറ്റം നടത്തുമെന്ന പ്രതീക്ഷയിലാണ് UDF ക്യാമ്പ്. 79.80% എന്ന മികച്ച പോളിംഗാണ് ജില്ലയിൽ രേഖപ്പെടുത്തിയത്. അരുൺ അമർനാഥ് അവിടെ നിന്നുള്ള വിശദവിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നുണ്ട്. അരുൺ, 79.80% ജില്ലയിലെ പോളിംഗ്. ആരൊക്കെയാണ് പ്രതീക്ഷയിലുള്ളത്? അക്കൗണ്ട് തുറക്കാനെങ്കിലും കഴിയുമെന്ന് NDA പ്രതീക്ഷിക്കുന്നുണ്ടോ? വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? എങ്ങനെ അവലോകനം ചെയ്യാൻ നമുക്ക് ഈ ഘട്ടത്തിൽ? ഗുഡ് മോർണിംഗ് മോത്തി. മികച്ച പോളിംഗ് തന്നെയാണ് മലപ്പുറത്ത് നടന്നിട്ടുള്ളത്. കഴിഞ്ഞ തവണത്തെ അപേക്ഷിച്ച് 5% പോളിംഗ് വർദ്ധിച്ചു. അതായത് 16 മണ്ഡലങ്ങളിൽ 8 മണ്ഡലങ്ങളിലും 80% മുകളിൽ പോളിംഗ് ഉണ്ട് എന്നുള്ളതാണ്. പോളിംഗിന്റെ പ്രതീക്ഷകൾ പല തരത്തിലാണ്. ഇരു മുന്നണികളും അവരുടെ കണക്കൂട്ടലുകൾ അനുസരിച്ചുള്ള പ്രതീക്ഷകൾ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. UDFനെ സംബന്ധിച്ച് UDF കോട്ട എന്ന് വിശേഷിപ്പിക്കാവുന്ന ഏറനാട് പോലുള്ള മണ്ഡലങ്ങളിലാണ് ഏറ്റവും ഉയർന്ന പോളിംഗ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. അവർക്ക് വലിയ ആത്മവിശ്വാസം നൽകുന്നുണ്ട്. ഇത്തവണ ഒരു ക്ലീൻ സ്വീപ്പ് എന്നൊരു ലക്ഷ്യമൊക്കെയാണ് UDF മുന്നോട്ട് വയ്ക്കുന്നത്. അതിന് ഉതകുന്ന തരത്തിൽ ഒരു പോളിംഗ് ശതമാനമാണ് എന്ന വലിയ ആത്മവിശ്വാസം UDF പ്രകടിപ്പിക്കുന്നുണ്ട്. പൊന്നാനി പോലുള്ള മണ്ഡലങ്ങളിലാണ് പോളിംഗ് ശതമാനം കുറവ്. അവിടെ LDF പ്രതീക്ഷ വയ്ക്കുന്ന 3 സീറ്റുകളിൽ ഒന്ന് തന്നെയാണ് പൊന്നാനി എന്നുള്ളത്. അപ്പോൾ പൊന്നാനി നിലനിർത്താനാകുമെന്നൊരു പ്രതീക്ഷയിലേക്കാണ് LDF എത്തുന്നത്. ഈ മത്സരം നടക്കുന്ന മണ്ഡലങ്ങളിലേക്ക് തന്നെ നമുക്ക് സ്പെസിഫിക് ആയി വരികയാണെങ്കിൽ പൊന്നാനി, തവനൂര്, തിരൂര്, ഈ 3 മണ്ഡലങ്ങളാണ് LDFന് പ്രതീക്ഷ അർപ്പിക്കുന്നത്. ഇവിടെ പൊന്നാനി, തവനൂരും നിലനിർത്താനാകും, തിരൂർ പിടിച്ചെടുക്കാനാകും എന്നൊരു വിലയിരുത്തൽ തന്നെയാണ് LDFനുള്ളത്. ഇന്നലത്തെ പോളിംഗ് ശതമാനത്തിലേക്ക് വരുമ്പോൾ പക്ഷേ കഴിഞ്ഞ തവണ 69%, 74 പൊന്നാനിയും പോളിംഗ് ശതമാനത്തിൽ എത്തുന്നുണ്ട്. പൊന്നാനിയിൽ പല തരത്തിലുള്ള കണക്കൂട്ടലാണ്. UDFനെ സംബന്ധിച്ച് നൌഷാദ് അലി എന്ന സ്ഥാനാർത്ഥി ഏറെ നാൾ മുൻപേ അവിടെ ഗ്രൗണ്ട് വർക്ക് തുടങ്ങിയതാണ്. അതൊക്കെ ഗുണം ചെയ്യും. തീരദേശ മേഖലയൊക്കെ അനുകൂലമാകുമെന്നൊരു UDFന് വിലയിരുത്തൽ. പൊന്നാനിയും പിടിച്ചെടുക്കാനാകുമെന്നാണ് UDF ഒരു അട്ടിമറി UDF ലക്ഷ്യമിടുമ്പോൾ പൊന്നാനി നിലനിർത്താനാകുമെന്നൊരു കണക്കൂട്ടൽ തന്നെയാണ് CPM ഉള്ളതെങ്കിലും UDFന് വൻതോതിൽ ആത്മവിശ്വാസം നൽകുന്ന പോളിംഗ് ശതമാനത്തിലേക്ക് തന്നെ കാര്യങ്ങൾ എത്തിയിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് കണക്കുകൾ പരിശോധിക്കുമ്പോൾ മനസ്സിലാക്കുന്നത്. LDFും അവരുടേതായ കണക്കൂട്ടലുണ്ട്. 3 സീറ്റ് നിലനിർത്തുക എന്നുള്ളതാണ് അവരുടെ ഒരു ലക്ഷ്യം. അതിലേക്ക് കാര്യങ്ങൾ എത്തുമോ എന്നുള്ളൊരു ചോദ്യചിഹ്നമായി അവിടെ തന്നെ നിൽക്കുമ്പോൾ വൻ ആത്മവിശ്വാസത്തിലാണ് UDF ഉള്ളത്. മോത്തി.